മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 13-ാം സങ്കീർത്തനം 6-ാം വചനം. സങ്കീർത്തകൻ വളരെ പ്രത്യാശയോടെ ഏറ്റുപറയുകയാണ്, ഞാൻ എൻ്റെ കർത്താവിനെ പാടി സ്തുതിക്കും, അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. എത്ര അർത്ഥവത്താണ് ഈ പരിശുദ്ധ വചനം. സങ്കീർത്തകന്റെ ജീവിതത്തിൽ മാത്രമല്ല, ദിനംതോറും നമ്മുടെ ജീവിതത്തിൽ അതിരറ്റ കരുണ കാണിച്ച് നമ്മളെ പരിപാലിക്കുന്ന കർത്താവിന്റെ സ്നേഹം എന്തുമാത്രം അനുഭവിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. സങ്കീർത്തകനോട് ചേർന്ന് വിശ്വാസത്തോടെ നമുക്ക് ഉച്ചത്തിൽ പ്രഖ്യാപിക്കാം, ഞാൻ എൻ്റെ കർത്താവിനെ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് എന്നോട് അളവറ്റ കരുണ കാണിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ വിശുദ്ധ വചനത്തിൽ ഹൃദയമുറപ്പിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങൾ, നമ്മെ അലട്ടുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, മക്കളോടുള്ള ഭാവി, അവരുടെ പഠനം, അവരുടെ ജീവിതം, അവരുടെ വിശ്വാസം, സമാത്മക ജീവിതം, ഇതിനെ പ്രതിയിൽ ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് ആശങ്കപ്പെടുന്നു. വിട്ടുമാറാത്ത രോഗങ്ങൾ, അടിക്കടിക്കുണ്ടാകുന്ന പരാജയങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ, കുടുംബത്തിലുണ്ടാകുന്ന കലഹങ്ങൾ, സമാധാനമില്ലായ്മ എന്നു വേണ്ട ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുൻപിലുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിന്റെ പരിശുദ്ധമായ വചനത്തിൽ ചങ്കുറപ്പിക്കേ. ഈ വചനത്തിൽ നമുക്ക് വേണ്ട വിമോചനമുണ്ട്. ഈ പരിശുദ്ധ വചനത്തിൽ നമുക്ക് വേണ്ട ആത്മശക്തിയുടെ അനുഭവമുണ്ട്. സങ്കീർത്തകൻ പറയുന്നു, അതിരറ്റ കരുണ എൻ്റെ കർത്താവിനോട് കാണിച്ചിരിക്കുന്നു. ദൈവ കരുണയുടെ സാന്നിധ്യം അനുഭവിച്ച് ദൈവകൃപയുടെ സമൃദ്ധിയിൽ നമ്മളെല്ലാം നിറയപ്പെടുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം വലതുകരം ഒന്ന് സ്വർഗത്തേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ഭവനങ്ങളിലേക്ക് ദൈവമഹത്വം ഇറങ്ങുന്ന സമയം, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കർത്താവിന്റെ ശക്തി വെളിപ്പെടുന്ന സമയം. എല്ലാവരും പ്രകാരം പ്രാർത്ഥിച്ച കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, ആത്മാവേ വരണമേ, ആത്മാവേ വരണമേ, ദൈവഹിത പ്രകാരം ജീവിക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ നൽകി ആത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയുടെ ചൈതന്യത്താൽ, പ്രാർത്ഥനയുടെ ആത്മാവിനാൽ കർത്താവേ ഞങ്ങളെ ഉണർത്തണമേ. കരങ്ങളെ യാചനാപുരം തുറന്നു പിടിച്ച്, പ്രിയ പരിശുദ്ധാത്മാവേ, പ്രാർത്ഥനയുടെ ആത്മാവായി എന്നിൽ നിറയണമേ, എന്റെ ഭവനത്തിൽ നിറയണമേ, എന്റെ സഭയിൽ പരിവർത്തിക്കണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് നമ്മൾ ഒന്നിച്ച് വരികൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. We worship Lord, we worship Jesus. Hallelujah, hallelujah. പ്രാർത്ഥനയാലെ സാധിക്കാത്ത കാര്യമില്ലൊന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്ത ലഭിക്കുകയില്ലൊന്നും. കൃപ തരണമേ, പ്രാർത്ഥിക്കുവാൻ എന്റെ ഹൃദയം തുറക്കണമേ, ആരാധിക്കുവാൻ കൃപ തരണമേ. ആത്മാവേ, പതിനായിരങ്ങളെ പ്രാർത്ഥനയുടെ ആത്മാവിൽ ഉണർത്തണമേ. സ്പിരിറ്റ് മൂവ്. പ്രാർത്ഥനയാലെ സാധിക്കാത്ത കാര്യമില്ലൊന്നും,
പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കില്ലൊന്നും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവായി പരിശുദ്ധാത്മാവേ, പതിനായിരങ്ങൾ ജനലക്ഷങ്ങൾ ഉണർത്തണമേ. സ്പിരിറ്റ് അനോയിന്റ് ഹോളി സ്പിരിറ്റ്. യേശുവിനാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. Come Holy Spirit. Spirit move. ആയിരങ്ങളെ പതിനായിരം ഉണർത്തുക പരിശുദ്ധാത്മാവേ. കുടുംബങ്ങളെ ശുദ്ധീകരിക്കുക ആത്മാവേ. സഭയെ നവീകരിക്കുക പരിശുദ്ധാത്മാവേ. ഒന്നിച്ച് യേശുവിൻ തിരുനീണമേ എന്നെ ലഹരിയിലാഴ്ത്തണമേ. യേശുവിൻ രക്തജലമേ എന്നെ നിത്യം കഴുകണമേ. ആമേൻ, ആമേൻ കർത്താവേ. ജനലക്ഷങ്ങൾ ഉണർത്തണമേ. ദേശദേശാന്തരങ്ങളിലേക്ക്, ലോകരാജ്യങ്ങളിലേക്ക് ആത്മാഭിഷേകം ഒഴുകട്ടെ. നിത്യം കഴുകണമേ, നിത്യം കഴുകണമേ, എന്നെ നിത്യം നയിക്കണമേ. ആത്മാവേ, നിത്യം കഴുകണമേ, എന്നെ നിത്യം നയിക്കണമേ. എന്നെ നയിക്കണമേ, നിത്യം കഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് അനോയിന്റ്, അനോയിന്റ്. ആത്മാവേ വരിക, വരിക. പാപക്കെട്ടുകളെ പൊട്ടിക്കണമേ, ശാപമുഖങ്ങൾ ഒടിക്കണമേ, തലമുറകളെ ശുദ്ധീകരിക്കണമേ, കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആത്മാവേ, കരങ്ങൾ ഉയർത്തി സ്വർഗ്ഗത്തോട് ചേർന്ന് സ്വരം ഉയർത്തി ഹൃദയം തുറന്നു വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ് അനോയിന്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒടിയട്ടെ, പരിശുദ്ധ വചനമയച്ച് അനേകരെ ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുദ്ധീകരിക്കണമേ, അഭിഷേകിക്കണമേ. ഓരോ കുടുംബത്തിലേക്ക് വരിക, മക്കളിലേക്ക് വരിക, തലമുറകളിലേക്ക് വരിക, പരിശുദ്ധ സഭയിലേക്ക് വരിക. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. എന്നെ നിത്യം കഴുകണമേ. ആത്മാവേ, നിത്യം ആത്മാവേ കഴുകണമേ. കർത്താവേ, അങ്ങയുടെ പ്രസൻസ്, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് തരണമേ. ഹോളി സ്പിരിറ്റ്, ഞങ്ങൾ ആഗ്രഹിക്കുന്ന അങ്ങയുടെ സാന്നിധ്യം. ആത്മാവേ, ആത്മാവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധ അമ്മേ, സഭയുടെ ശൗസേ പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ ആത്മാവിനാൽ ഉണർത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ഓരോ ദിനവും നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് പകർന്നുകൊണ്ടിരിക്കുന്നത്. ദിനംതോറും നമ്മളെ കരം പിടിച്ച് നയിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത്, അവിടുത്തെ വിശ്വസ്തതയോർത്ത് നന്ദിയോടെ തിരുവചനത്തിന് മുൻപിൽ നമുക്കായിരിക്കാം. ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന
ആലോചന, പ്രാർത്ഥനയാൽ പടുത്തുയർത്തുക. പ്രാർത്ഥനയാൽ പടുത്തുയർത്തുക. ഈ കാലഘട്ടം വളരെ നിർണായകമായ ഒരു സമയമാണ്. ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും വളരെ പ്രാധാന്യതയുള്ള നാളുകളിലാണ് നമ്മളായിരിക്കുന്നത്. പിശാച് പ്രബലപ്പെട്ടിരിക്കുന്ന, സാത്താന് താൽക്കാലികമായി അധികാരം അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എൻ്റെ സഹോദരങ്ങളെ, അസാധാരണമായ കൃപയും അഭിഷേകവും നമുക്ക് കൂടിയേ തീരൂ. കാലഘട്ടത്തിന് വെല്ലുവിളികൾ അതിജീവിച്ച് മുന്നേറണമെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും തലമുറകളെയും നമ്മുടെ സഭാ സമൂഹങ്ങളെയെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധിയിൽ നമുക്ക് കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമ്മുടെ മസിൽ പവർ കൊണ്ടും നമ്മുടെ ബ്രെയിൻ പവർ കൊണ്ടും മണി പവർ കൊണ്ടൊന്നും അത് സാധ്യമല്ല സഹോദരങ്ങളെ. അതിന് നമുക്ക് പ്രാർത്ഥനയുടെ ശക്തി വേണം, പ്രാർത്ഥനയുടെ ആത്മാവ് വേണം. പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഈ കാലഘട്ടത്തിന് വെല്ലുവിളികൾ അതിജീവിച്ച് കൃപയോടെ മുന്നേറുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുകയുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. റോമാ സഭയ്ക്ക് ഇത് ലേഖനം 12-ാം അധ്യായം 12-ാം തിരുവചനം. പ്രത്യാശയിൽ സന്തോഷിക്കും, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കും, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കും. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ആലോചന എന്താണ്? എത്രയോ പ്രാവശ്യം വായിച്ച് ധ്യാനിച്ചിട്ടുള്ള പരിശുദ്ധ വചനമാണിത്. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരത. എല്ലാവരും ആ വാക്ക് ശ്രദ്ധിച്ച്, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. ശ്രദ്ധിക്കണമേ, സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. എൻ്റെ ജനമേ, നിങ്ങൾ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുക. പലപ്പോഴും നമുക്ക് സ്ഥിരതയില്ലാത്തൊരു കാര്യം കൃത്യമായ ഒരു പ്രാർത്ഥനാ ജീവിതമാണ്. നമുക്ക് മറ്റു പല കാര്യങ്ങളിൽ ഭയങ്കര ഡിസിപ്ലിനാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കാര്യത്തിൽ എന്തൊരു ഡിസിപ്ലിനാണ് നമുക്ക്. ലഞ്ച് കഴിക്കാൻ, ഡിന്നർ കഴിക്കാൻ, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ അടിപൊളികൾ, ഈ ലോകത്തിൻ്റെ ആഘോഷങ്ങൾ, പാർട്ടികൾ, മറ്റു പല സെലിബ്രേഷൻസ്, ഇതിലൊക്കെ നമുക്ക് ഭയങ്കര കണിശവും കൃത്യവും നല്ല ഡിസിപ്ലിനുമാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ആത്മാവിനോടുള്ള ബന്ധത്തിൽ, ആത്മീയ കാര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ ഒരു ലൂസിങ് സ്പിരിച്വാലിറ്റിയാണ്. ലാഘവമായി, നിസ്സാരമായി നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നമ്മൾ കാണുന്നു. ദുഷിപ്പ് നിറഞ്ഞ, വക്രതയും എല്ലാവിധ മ്ലേച്ഛതകളും നിറഞ്ഞ ഈ ഒരു കാലഘട്ടത്തില് കർത്താവിൻ്റെ പരിശുദ്ധിയിൽ, കർത്താവിൻ്റെ ആത്മാവിൽ നിത്യതയിൽ ലക്ഷ്യം വച്ച് നിത്യജീവനെ മുറുകെ പിടിച്ച് ഈ ലോകത്തിൽ എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ കഴിയണമെങ്കിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെ ആത്മാവ് നമുക്ക് കൂടിയേ തീരും. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥനയിൽ ഡിസിപ്ലിൻ, കൃത്യതയുണ്ടായിരിക്കണം. നമുക്കതിൽ നിശ്ചയദാർഢ്യമുണ്ടായിരിക്കണം. മറ്റെല്ലാം കഴിഞ്ഞ് മിച്ചം സമയമുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമല്ല പ്രാർത്ഥന. എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലെ സുപ്രീം പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പ്രയർ ലൈഫിനാണ്. പേഴ്സണൽ പ്രയർ, നമ്മുടെ കർത്താവുമായിട്ടുള്ള ഇൻറ്റിമസി, വിട്ടുപിരിയാത്തൊരു ആത്മബന്ധം, കർത്താവിനോട് ചേർന്നിരിക്കുവാനുള്ള അതിയായ ആഗ്രഹം. എൻ്റെ സഹോദരങ്ങളെ, നമ്മളെ വിളിച്ച കർത്താവിനോട് നമ്മൾ എന്തുമാത്രം ചേർന്നിരിക്കുന്നുവോ അത്രമാത്രം നമ്മുടെ സ്പിരിച്വൽ പവർ, ആത്മീയ അധികാരം വർദ്ധിക്കുന്നു. സ്പിരിച്വൽ ബ്യൂട്ടി, നമ്മുടെ ആത്മീയ സൗന്ദര്യം വർദ്ധിക്കുന്നു. നമ്മുടെ വിശുദ്ധ ജീവിതം ശക്തിപ്പെടുന്നു. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ സ്ഥിരത ലഭിക്കുന്നു. പരസ്പരം സ്നേഹിച്ചും പങ്കുവെച്ചും കൃപയോടെ ജീവിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുന്ന എപ്പോഴാ? നമുക്ക് ചിട്ടയായ ഒരു പ്രാർത്ഥനാ ജീവിതമുണ്ടെങ്കിൽ. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ഒരു ആത്മീയ മർമ്മത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കണം. ഇന്ന് എന്തുകൊണ്ട് നമ്മൾ കൃപയിൽ വീണുപോകുന്നത്?
3 ദിവസം പ്രാർത്ഥിക്കുന്നു, 4-ാം ദിവസം നമ്മൾ തളർന്നു പോയി. പിന്നെ നമ്മൾ 6-ാം ദിവസം വീണ്ടും പൊന്തി വരികയാണ്. ഈ ചില സീസൺ വിശ്വാസികളെ പോലെയാ. ചിലർ പ്രശ്നം വരുമ്പോഴാണ് പ്രാർത്ഥിക്കുക, ചിലർക്ക് ദുഃഖം വരുമ്പോഴാണ് പ്രാർത്ഥിക്കുക, വേറെ ചിലർക്ക് സഹനം വരുമ്പോഴാണ് പ്രാർത്ഥിക്കണേ. എൻ്റെ സഹോദരങ്ങളെ, നിന്റെ ജീവിതം എങ്ങനെയായിക്കൊള്ളട്ടെ, ദുഃഖമാകട്ടെ, ആനന്ദമാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, അത് അനുകൂലങ്ങളാകട്ടെ, തകർച്ചകളാകട്ടെ, ഉയർച്ചകളാകട്ടെ, പരാജയമാകട്ടെ, വിജയമാകട്ടെ, എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ജീവിതം പ്രാർത്ഥനയുടെ ജീവിതമാണ്. അതിനെ ഇല്ലാതാക്കാൻ നമ്മൾ ഒന്നിനെയും അനുവദിക്കരുത്. ഇവിടെ നമുക്ക് നല്ലൊരു നിലപാടുണ്ടാവണം. നമുക്ക് എത്ര പേർക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? കൃത്യമായ നിലപാടുണ്ടാകണം. ദൈവവചനത്തെ പ്രതിയുള്ള നിലപാട്, നിത്യജീവനെ പ്രതിയുള്ള നിലപാട്, എൻ്റെയും നിന്റെയും ആത്മരക്ഷയെ പ്രതിയുള്ള കൃത്യമായൊരു നിലപാട് എൻ്റെ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകണം. ലാഘവമായി നമ്മുടെ സ്പിരിച്വാലിറ്റി കാണരുത്. ആത്മരക്ഷ, ആത്മാക്കളുടെ രക്ഷ, അതാണ് നമ്മുടെ ലക്ഷ്യം. 1 എൻ്റെ ആത്മാവിൻ്റെ രക്ഷ, 2 മറ്റുള്ളവരുടെ ആത്മരക്ഷ. ഇത് ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവനാണ് ഒരു ക്രിസ്ത്യാനി. ഇത് ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവനാണ് ഒരു കാത്തലിക്. ഇത് മറന്ന് നമ്മൾ ജഡീകരും ലൗകികരുമായി ഈ ലോകത്തിന്റെ നിറങ്ങളും വർണ്ണങ്ങളും കണ്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ. We are the children of God. We are the soldiers of Jesus Christ. Yes, നമ്മൾ കർത്താവിന്റെ പോരാളികളാ, അവന്റെ പ്രേക്ഷിത നിരയിലെ മുന്നണി പോരാളികള്. നമുക്കൊരു അടക്കം ചിട്ടയും വേണം, കൃത്യമായ ഡിസിപ്ലിൻ വേണം, നിലപാടുണ്ടാകണം, ഒബീഡിയൻ്റ് ആകണം, നമ്മൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം. ഇതൊന്നുമില്ലാതെ ഒരു പോക്ക് പോകുന്നവനല്ല ഒരു ക്രിസ്ത്യാനി എന്ന് നമ്മൾ നല്ലതുപോലെ തിരിച്ചറിയണം. എൻ്റെ സഹോദരങ്ങളെ, ശ്രദ്ധിക്കും നിങ്ങൾ. ഈ യുഗാന്ത സഭയിൽ എന്താണ് ആത്മാവിന് നമ്മോട് പറയാനുള്ളത്? സക്രിയ പ്രവചനം 12:10 വരുമ്പോൾ കർത്താവ് തരുന്ന മനോഹരമായ ഒരു പ്രോമീസ് ഉണ്ട്. കാലം അതിന് അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ ഇസ്രായേൽ ഭവനത്തിൻ്റെ മേൽ, യൂദാ ഭവനത്തിന് മേൽ ഞാൻ കൃപയുടെയും പ്രാർത്ഥനയുടെയും ആത്മാവിനെ വർഷിക്കും. അത് ഈ കാലഘട്ടത്തിനുള്ള ഒരു പ്രൊഫറ്റിക് മെസ്സേജ് ആണ്. യെസ്, യുഗാന്ത സഭയോട് ആത്മാവ് തരുന്നൊരു പ്രൊഫസിയാണ് ഈ വചനം. എൻ്റെയും നിന്റെ ശ്വാസം നിലച്ചാൽ ഇത് ഒരു ശവമാണ് പ്രിയപ്പെട്ടവരെ. ഈ അടുത്ത നാൾ നമ്മൾ കാണുമ്പോൾ ഇല്ലേ, എത്ര പേരാ കുഴഞ്ഞു വീണ് മരിച്ചു പോകുന്നത്. ഈ അടുത്ത ദിവസം 7 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ്, അവൻ കുഴഞ്ഞു വീണ് മരിച്ചു. എത്രയോ പേര് സൈലന്റ് അറ്റാക്ക് വരുന്നു. നല്ല ആരോഗ്യമുള്ളവരാ, കഴിവുള്ളവരാ, പ്രാപ്തിയുള്ളവരാ. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന് നിസ്സാരത മനസ്സിലാക്കണം. നമ്മുടെ കഴിവും പ്രാപ്തിയും ഒക്കെ വളരെ വളരെ പരിമിതമാണ്. കർത്താവിൻ്റെ കരുണയാണ്, കർത്താവിൻ്റെ കാരുണ്യമാണ് എല്ലാറ്റിനും അടിസ്ഥാനമെന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയിൽ വളരുവാൻ, പ്രാർത്ഥനയുടെ ആത്മാവിൽ ജീവിക്കുവാൻ, പ്രാർത്ഥനയാലെല്ലാം ബിൽഡപ്പ് ചെയ്യാൻ, ശ്രദ്ധിച്ച്, പ്രാർത്ഥനയിലൂടെ എല്ലാം പടുത്തുയർത്തുവാനുള്ള ഒരു ആഗ്രഹവും തീരുമാനം നമുക്കുണ്ടാകണം. നമ്മുടെ കുടുംബങ്ങൾ നമ്മൾ പണിയേണ്ടത് പ്രാർത്ഥനയിലൂടെ പണിയേണ്ടത്. യെസ്, പ്രാർത്ഥനയിലൂടെ പണിയണം. അല്ലാതെ നമ്മുടെ ജോലി, നമ്മുടെ ബിസിനസ് അതൊക്കെ സെക്കൻഡറി ആണ്, അതൊക്കെ വേണം, അതെല്ലാം വേണം നമുക്ക്. പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റി, സുപ്രീം പ്രയോറിറ്റി പ്രാർത്ഥനയ്ക്കാണ്. അവിടെയാണ് കർത്താവ് ബിൽഡപ്പ് ചെയ്തത്. എത്ര കുടുംബങ്ങളില്ല, പ്രാർത്ഥന പോലുമില്ല. ക്രിക്കറ്റ് കളി കണ്ട്, കോമഡി ഷോ കണ്ട്, റിയാലിറ്റി ഷോ കണ്ട്, സീരിയൽ കണ്ട് നമ്മൾ ഇങ്ങനെ കർത്താവിന് കൊടുക്കേണ്ട സമയം ഈ സീരിയലുകാർക്കും സ്പോർട്സുകാർക്കും മറ്റു പല സെലിബ്രിറ്റികൾക്കും കൊടുത്ത് നമ്മൾ നശിച്ചു കൊണ്ടിരിക്കുക. എന്ത് നമ്മുടെ നാശത്തിന് കാരണം? നമ്മുടെ തളർച്ചയ്ക്ക് എന്താ കാരണം? പ്രാർത്ഥനയില്ല. ബാക്കിയെല്ലാം നമുക്കുണ്ട്, പ്രാർത്ഥിക്കാൻ മാത്രം നേരില്ല നമുക്ക്. പലരും പറയണം, എൻ്റെ പൊന്നു ബ്രദറെ പറഞ്ഞാൽ മനസ്സിലാവാത്തതുകൊണ്ട് പല്ല് തേക്കാൻ വരെ നേരില്ല ബ്രദറെ, പല്ല് തേക്കാൻ വരെ നേരില്ല, പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്, പറ്റണ്ടേ? എൻ്റെ സഹോദര സഹോദരി, ഞാനും നീ ഒന്ന് ശ്രദ്ധിക്കുക. വേറെ എന്തോരം നമുക്ക് സമയമുണ്ടല്ലേ ഈ മൊബൈൽ നോക്കാൻ, വാട്സപ്പ് നോക്കാൻ, ഇനി ഇതിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കാൻ, ഇതെപ്പോഴും നമുക്ക് എന്തോരം സമയമാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രം നമുക്ക് സമയമില്ല എന്ന് പറയുന്നത് പച്ച കള്ളമാണ്. നമ്മൾ എത്ര തിരക്കുള്ളവരാണെങ്കിലും നമുക്കൊരു പ്രയോറിറ്റി ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മുടെ കർത്താവിനെ പോലെ ഈ ലോകത്തിൽ അവൻ ജീവിക്കുമ്പോൾ എന്തുമാത്രം തിരക്കുള്ളവനായിരുന്നു നമ്മുടെ കർത്താവ്. സുവിശേഷങ്ങൾ വായിച്ചു നോക്ക്, ഈശോ വളരെ ബിസി ആയിരുന്നു, പക്ഷെ അവൻ രാത്രി കാലങ്ങളിൽ പ്രാർത്ഥിച്ചു.
അതിരാവിലെ പ്രാർത്ഥിച്ചു, സന്ധ്യാസമയത്ത് പ്രാർത്ഥിച്ചു. എത്രയിടങ്ങളിലാണ് ഈശോ പ്രാർത്ഥിക്കുന്നതായി പരിശുദ്ധ വചനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത്രയും തിരക്കുള്ള നമ്മുടെ കർത്താവ് എല്ലാം കഴിഞ്ഞിട്ടല്ല പ്രാർത്ഥിച്ചത്. അത്ഭുതം ചെയ്യണേക്കാൾ മുൻപ്, അത്ഭുതത്തിന് ശേഷം, പ്രതിസന്ധിയുടെ മുൻപിൽ, താൻ നേരിടാൻ പോകുന്ന വലിയ ആ കുരിശുമരണത്തിന്റെ മുൻപിൽ എന്ന് പറഞ്ഞാൽ എല്ലാ സമയവും കർത്താവിന്റെ ജീവിതം പ്രാർത്ഥനയുടെ ജീവിതമായിരുന്നു. നമുക്കൊരു മോഡലല്ല അത്, നമുക്കൊരു മാതൃകയല്ല അത്. സാക്ഷാൽ ദൈവമായ ദൈവപുത്രനായ ഈശോ എന്തിന് ഇത്രമാത്രം പ്രാർത്ഥിച്ചത്? എനിക്കും നിങ്ങൾക്കൊരു മാതൃകയാവാൻ. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ പടുത്തുയർത്തേണ്ടത് പ്രാർത്ഥനയുടെ പ്ലാറ്റ്ഫോമിലായിരിക്കണം. ശ്രദ്ധിച്ച്, പ്രാർത്ഥനയുടെ ആ അടിത്തറയിലായിരിക്കണം കുടുംബം പണിയപ്പെടേണ്ടത്. ഇല്ലെങ്കിൽ ആ കുടുംബം തകർന്നു വീഴും. നമ്മുടെ മിനിസ്ട്രികൾ, ഷാലോ മിനിസ്ട്രി, നമ്മുടെ ബെന്നി സാറ്, എനിക്ക് ഒത്തിരി പ്രചോദനമുള്ള, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനാണ് ബെന്നി സാറ്. അദ്ദേഹത്തിൻ്റെ കണ്ണുനീരുടെയും പ്രാർത്ഥനയുടെ ഒക്കെ ഫലമായിട്ടാണ് ഈ ഷാലോം ദൈവം ജന്മം കൊടുക്കുന്നത്. പിന്നെ അനേകർ കൂട്ടിച്ചേർക്കപ്പെട്ടു. ദൈവം അതിലൂടെയൊക്കെ ബിൽഡപ്പ് ചെയ്യുന്നത്. അത് ഏത് മിനിസ്ട്രി ആകട്ടെ, കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മിനിസ്ട്രി ഉണ്ട്. ഈ മിനിസ്ട്രി അത് പണിയപ്പെടുന്നത് പ്രാർത്ഥനയുടെ ആത്മാവിനാലാണ്. സഭാ സമൂഹങ്ങൾ പണിതുയർത്തപ്പെടേണ്ടത്, മിനിസ്ട്രികൾ പണിതുയർത്തപ്പെടേണ്ടത്, അത് ഏത് മുന്നേറ്റമാണെങ്കിലും, അത് ജീസസ് യൂത്ത് ആകട്ടെ, അത് ഏത് മിഷണറി മൂവ് ആവട്ടെ, സഭയിൽ ഏതൊരു ആത്മീയ മുന്നേറ്റങ്ങളാകട്ടെ, കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റമാകട്ടെ, ധ്യാന കേന്ദ്രങ്ങളാകട്ടെ, ഏത് മുന്നേറ്റങ്ങളാണെങ്കിലും അതെല്ലാം പടുത്തുയർത്തപ്പെടേണ്ടത് പ്രാർത്ഥനയുടെ ആത്മാവിലായിരിക്കണം. വിശ്വസിച്ച ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? തറയില്ലാതെ വീട് പണിതാൽ എന്തായിരിക്കും അവസ്ഥ? തറയില്ലാതെ വീട് പണിതാൽ, മനോഹരമായ 10,000 സ്ക്വയർ ഫീറ്റുള്ള വലിയൊരു വീട്, പക്ഷെ തറയില്ല, എന്താ സംഭവിക്കണേ? ആ വീട് അധികം നിലനിൽക്കില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. പ്രാർത്ഥിക്കുവാൻ നമ്മൾ മനസ്സ് കാണിക്കണം. പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടന്നു വരണം. നമുക്ക് അതിനുള്ള ആഗ്രഹം ഉണ്ടാവണം. കുടുംബമായി പ്രാർത്ഥിക്കണം, കൂട്ടായ്മയായി പ്രാർത്ഥിക്കണം. ശ്രദ്ധിച്ച്, വ്യക്തിപരമായി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. നാം തിരുവചനത്തോട് വരുമ്പോൾ കാണാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനം 1:14. യേശുവും അതുപോലെ തന്നെ നമുക്ക് യേശുവിൻ്റെ അമ്മയായ മറിയവും മറ്റ് ശിഷ്യന്മാരും പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന സമൂഹത്തിലേക്കാണ് ആത്മാവ് ഇറങ്ങി വന്നത്. അവിടെയാണ് സഭ ജന്മം കൊള്ളുന്നത്. അപ്പൊ സഭയുടെ ജനനം പ്രാർത്ഥനയിലാണ്. ആദിമസഭ പടുത്തുയർത്തപ്പെട്ടത് പ്രാർത്ഥനയുടെ അടിത്തറയിലായിരുന്നു. നിങ്ങൾ അപ്പോസ്തല പ്രവർത്തനം വായിച്ച് ധ്യാനിക്കണം. സഭ എന്തൊക്കെ പ്രതിസന്ധികളെ നേരിട്ടു, അപ്പോഴെല്ലാം അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവർ ഒന്നിച്ച് പ്രാർത്ഥിച്ച പ്രേയിങ് ചർച്ച്. അപ്പോസ്തല പ്രവർത്തനം 4:23-24. ആദിമസഭയിൽ ക്രൈസിസ് ഉണ്ടായി. യേശുവിന്റെ നാമത്തിൽ നിന്നും പഠിപ്പിക്കരുതെന്ന് അവരെ ശാസിച്ചു. പക്ഷെ അവരെന്തു ചെയ്തു? അപ്പോസ്തലന്മാർ അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ ഞങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. അവർ ആ വിവരം വന്ന് സഭയെ അറിയിക്കുകയാണ്. തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. ഇതറിഞ്ഞ ദൈവജനം ഒന്നിച്ചുകൂടി ഒറ്റ സ്ഥലത്തിൽ അവർ വിളിച്ചു, സൃഷ്ടപ്രപഞ്ചത്തിന്റെ അതിനാഥനും സൃഷ്ടികർത്താവുമായ ദൈവമേ എന്നും പറഞ്ഞ് അവർ ചങ്ക് പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുക. അവരൊന്നിച്ച് പ്രാർത്ഥിക്കുക. യെസ്, അതിന്റെ റിസൾട്ട് എന്താ? അപ്പോസ്തല പ്രവൃത്തി 4:31. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. സ്ഥലം കുലുങ്ങാനാണോ പ്രാർത്ഥിച്ചത്? അല്ല സഹോദരങ്ങളെ. ആ പ്രതിസന്ധിയില്, സഹനത്തില്, ആ ക്രൈസിസിന്റെ മധ്യേ ഒരുമിച്ച് കരങ്ങൾ വിരിക്കുകയാണ്. അവർ ഉച്ചത്തിൽ കർത്താവിന്റെ പരിശുദ്ധ നാമം വിളിച്ച് അപേക്ഷിക്കുക. അവിടെയാണ് ഡെലിവറൻസ്, അവിടെയാ ഗ്രോത്ത്, അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. നമുക്ക് എത്ര പേർക്ക് ഇത് പിടികിട്ടുന്നുണ്ട്? എവിടെയാണ് നമ്മൾ ഇന്ന് നമ്മൾ ദുർബലരായി പോകുന്നതിന്റെ കാരണം എന്താ? നമ്മുടെ കുടുംബങ്ങൾ ശിഥിലീകരിക്കപ്പെടുന്നു. നമ്മുടെ അനേക യുവജനങ്ങൾ വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോകുന്നു. സഭ തളരുന്നു. മിനിസ്ട്രികൾ വീക്കായി പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഗ്രാഫ് താഴോട്ട് പോന്നുകൊണ്ടിരിക്കുക. എന്തതിന്റെ കാരണം? അടിസ്ഥാന കാരണം പ്രാർത്ഥനയില്ല. പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവർ പോലും അതിന് നേരമില്ലാതെ നടക്കുകയാണ്. എന്ത് വലിയൊരു നാശം നമുക്ക് വന്ന് പെട്ടിരിക്കുന്നത്.
കർത്താവ് പറഞ്ഞു, ഈ പ്രതിസന്ധി നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാൻ കൂടെയുണ്ട്. ഐ ആം വിത്ത് യു. കർത്താവിന്റെ പ്രസൻസ് അവരെ ബലപ്പെടുത്തുകയാണ്. അവർ ധൈര്യപൂർവം ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുകയാണ്. ആദിമ സഭയ അത് വളർന്ന് പന്തലിച്ചത് പ്രാർത്ഥനയുടെ ആത്മാവിലാണ്. അപ്പോസ്തല പ്രവൃത്തി 6:4 ശിഷ്യന്മാർ പറയുന്നു, പത്രോസ്ലീഹ പറയുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും വ്യാപരിച്ചു കൊള്ളാം. ഞങ്ങൾക്ക് വേറെ കാര്യം ഞങ്ങളെ വ്യാപൃതരാക്കരുത്, ഞങ്ങൾ വ്യഗ്രതയുള്ളവരാക്കരുത്. ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും വ്യാപരിക്കാം. അപ്പോൾ പ്രാർത്ഥന ആൻഡ് വേർഡ് ഓഫ് ഗാഡ്, പ്രയർ ആൻഡ് വേർഡ് ഓഫ് ഗാഡ്, സഭ അതിലൂടെ വളരുകയാണ്. നമ്മൾ പഴയ നിയമത്തിലോട്ട് പോയ മോശ പ്രവാചകന്റെ ജീവിതം നിയമോധന 34:10 പറയുന്നുണ്ട്, ദൈവത്തോട് മുഖാഭിമുഖം സംസാരിച്ച, ഫേസ് ടു ഫേസ്, മോശയെ പോലെ മറ്റൊരു പ്രവാചകനെ ഇസ്രായേൽ കണ്ടിട്ടില്ല. അപ്പൊ എല്ലാറ്റിനും ബാക്ക് ബോൺ എന്ന് പറയുന്നത് പ്രയറാണ്. വേണ്ട വിധം പ്രാർത്ഥനയില്ലെങ്കിൽ ഒന്നിനും വളർച്ച വരില്ല. മൊരടിച്ച് നിൽക്കും. മൊരടിപ്പാണ് പിന്നെ. അപ്പൊ പ്രാർത്ഥനയുടെ ആത്മാവിലാണ് നമ്മളെല്ലാം ബിൽഡപ്പ് ചെയ്യേണ്ടത്. അത് കർത്താവ് കൊണ്ടുപോയിക്കോളും. നമ്മൾ ആകുലപ്പെടരുത്. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു ആത്മീയ മർമ്മം മനസ്സിലാക്കി തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുക. കുടുംബമായി പ്രാർത്ഥിക്കുക, കൂട്ടായ്മയായി പ്രാർത്ഥിക്കുക, വ്യക്തിപരമായി പ്രാർത്ഥിക്കുക. ഈ നാളുകൾ ധാരാളം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. തിരുസഭയ്ക്ക് വേണ്ടി കണ്ണീരോടെ പരിത്യാഗമെടുത്ത് പരിഹാരം ചെയ്ത് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട നാളുകൾ, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട നാളുകൾ, നമ്മുടെ സമൂഹങ്ങൾക്ക് വേണ്ടി, പ്രത്യേകം നമ്മുടെ യുവജനങ്ങൾക്കും നമ്മുടെ ടീനേജേഴ്സിന് വേണ്ടി ഒത്തിരി കണ്ണുനീരോടെ മുട്ടുകുത്തി കരങ്ങൾ വിരിച്ച് ചങ്ക് തുറന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് സഹോദരങ്ങളെ. ഈ സത്യം മനസ്സിലാക്കി നമുക്കതിനായി നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനായി സമർപ്പിക്കാം. നമ്മൾ പ്രാരംഭത്തിൽ പാടിയതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചേ, പ്രാർത്ഥനയാലെ സാധിക്കാത്ത കാര്യമില്ലൊന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുകയില്ലൊന്നും, പ്രാർത്ഥനയാലെ സാധിക്കാത്ത കാര്യമില്ലൊന്നും, ജീസസ്, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുകയില്ലൊന്നും. ഈ സത്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനായി സമർപ്പിക്കുക. കൂടുതൽ പ്രാർത്ഥിക്കുവാൻ, പ്രാർത്ഥനയുടെ ആത്മാവിൽ എല്ലാം പടുത്തുയർത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം, മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം, മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം, മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം.